എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്രതീക്ഷിതമായി അവരുടെ സർവീസുകൾ റദ്ദ് ചെയ്തതുമൂലം നിരവധി യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത്. അവർ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കവും മൂലമാണ് ഈ രീതിയിൽ ഒരു ക്യാൻസലേഷനിലേക്ക് വന്നത്. നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. നിരവധി യാത്രക്കാർ രാവിലെ മുതൽ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു. പലർക്കും അവിടേക്ക് എത്തിച്ചേരേണ്ട വളരെ അത്യാവശ്യമായ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പലർക്കും വിസ കാലാവധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ജോലി സംബന്ധമായ നിരവധി വിഷയങ്ങളുണ്ട്. ഇതെല്ലാം അവരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ്. പക്ഷേ ഫ്ലൈറ്റുകൾ വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ റദ്ദ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത് വലിയ രീതിയിലൊരു ദുരിതത്തിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. എന്താണ് പകരം ടിക്കറ്റുകൾ നൽകാമെന്ന് പറയുമ്പോൾ പോലും ഈ സമരം ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ തുടരുന്നു. നമുക്കൊപ്പം ഇതിലേക്ക് യാത്ര തീരുമാനിച്ചിരുന്നവർ കൂടിയുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ കായംകുളത്തിന് കിഴക്ക് കറ്റാന. ഇന്ന് എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? 8:55 ഫ്ലൈറ്റ്. ഒമാനിലേക്ക് പോകാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് അകത്ത് കയറാൻ അവിടെ ക്യാൻസലുണ്ട്. ടിക്കറ്റ് ഇത് നോക്കിയപ്പോഴ് ക്യാൻസലിന് വന്നു. എന്നിട്ടും കയറി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ക്യാൻസലാ, അതുകൊണ്ട് ഓഫീസിൽ പോയി തിരക്കാൻ പറഞ്ഞു. ഓഫീസിൽ ചെന്ന് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് സ്ട്രൈക്കാ, അതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ല, ഒന്നേ റീഫണ്ട് ചെയ്യുവോ അല്ലെങ്കിൽ ടിക്കറ്റ് മാറ്റി തരുവോ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഉച്ചകലത്തെ ഒമാൻ എയർ ടിക്കറ്റ് എടുത്തു. പിള്ളേരെ വിളിച്ച് പറഞ്ഞപ്പോൾ പിള്ളേരെ ടിക്കറ്റ് എടുത്തു. പൈസ നല്ല പോലെ ആയി, എങ്കിലും അത്യാവശ്യമായതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ടിക്കറ്റ് വളരെ പെട്ടെന്ന് പൈസ കൂടുതലായോ? പൈസ കൂടുതലായി, മറ്റേത് ക്യാൻസലായി. ഇന്നിപ്പോ എടുത്തത് തന്നെ ഇതാണ് 44,842 രൂപ വൺ സൈഡ് ടിക്കറ്റ്. ഇതിന്റെ മെയിൻ നഷ്ടത്തിന് കാരണം എയർ ഇന്ത്യ തന്നെ. ഞമ്മക്ക് നേരത്തെ ഉള്ള ഒരു ഇത് നമുക്ക് തന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വരുമ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഇത് കാണിക്കുന്ന അന്യായമാണ്. ജനങ്ങളെ വളരെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ കായംകുളത്തു നിന്നാണ് വരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, തിരുവനന്തപുരത്തു നിന്നുണ്ട്, പത്തനാപുരം, അങ്ങനെയുള്ളവർ വൺ സൈഡ് ഇവിടെ വന്നിട്ട് ഒരു കൺഫേം പറയാത്ത രീതി 10-ാം തീയതി നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റീഫണ്ടിനെ കുറിച്ച് പറഞ്ഞാലൊന്നും ഇപ്പോഴെങ്കിലും കിട്ടത്തില്ല. എയർ ഇന്ത്യയുടെ പൈസ ഇപ്പോഴെങ്കിലും കിട്ടത്തില്ല. റീഫണ്ട് ആണെങ്കിലും ശരി തന്നെ. റീഷെഡ്യൂൾ ചെയ്തിട്ട് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കൺഫേം അല്ല. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ പിന്നെ ഇതേ അവസ്ഥയായിരിക്കും. പിന്നെ നമുക്ക് അത്ര നഷ്ടമാണ്. ഇത് പലരും നാളെ ജോലിക്ക് കയറേണ്ടവരുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് കരയുക. എന്ത് ചെയ്യും? അവർക്കൊന്നും ഉത്തരവാദിത്വം ഇല്ല. ഒന്നും പറയുന്നില്ല. അവരൊന്നും പറയുന്നില്ല. അവര് പിന്നെ 10-ാം തീയതി നോക്കാം, 11-ാം തീയതി നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പേരെങ്ങനെയാണ്? ജോയൽ. എവിടുന്നാണ്? തൃശ്ശൂരാണ്. മസ്കറ്റിലോട്ട് പോകാനായിരുന്നു. നമ്മളിവിടെ വന്നത് ഏകദേശം 5 മണിയോട് കൂടിയിട്ട് യാത്ര തുടങ്ങിയതാണ് ഇവിടെ എത്താനായിട്ട്. ഇവിടെ 8 മണിക്ക് വന്നപ്പോ 8:40 ഫ്ലൈറ്റ്. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ക്യാൻസലാണ്. നമുക്കൊരു മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ ഒന്നും അവർ തന്നിട്ടില്ല. ഈ വെയിലത്ത് നമ്മളെ പുറത്തിരുത്തിക്കൊണ്ട് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത് വളരെ മോശമായിട്ട് തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ പൈസ കൊടുത്ത് ഇന്നലെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ റേറ്റിലാണ് ആ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്. ആ റേറ്റിൽ എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ വളരെ വിഷമം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പോകേണ്ട അത്ര അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഇട്ടു. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ലൈക്ക് 36,000 ആയിരുന്നു തോന്നുന്നു. 30 above ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടുത്തെ പൈസ കൺവേർട്ട് ചെയ്ത് പലരും കൂടുതൽ ചാർജ് കൊടുത്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം തന്നെ കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇവരുടെ സൈഡിൽ നിന്ന് ഒരു കൺസിഡറേഷൻ ഇല്ല. ഇത്രയും വെയിലത്ത് ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുത്താന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റായ കാര്യമല്ലേ. ഒരു അനുകൂലമായൊരു മറുപടി പോലും നൽകുന്നില്ല. അനുകൂലം അല്ല, നമ്മുടെ സംസാരിക്കുന്നില്ല. അവിടെ അത്രയും ക്രൗഡ് അറിയാലോ. ഒരു ഫ്ലൈറ്റിൽ അത്രയും പേര് ക്യാൻസൽ ആവുമ്പോ അത്രയും ക്രൗഡാണ്. എന്നാ അതിനുള്ള സിസ്റ്റം അവർ ഉണ്ടാക്കണം മുന്നേ അല്ല. ഇത്രയും വലിയൊരു സംഭവം ചെയ്യുമ്പോൾ അവർ അതിന്റെ സിസ്റ്റം ഉണ്ടാക്കണ്ടേ. നമുക്ക് അതിന് മുൻകൂട്ടി ഇൻഫർമേഷൻ. ഇവര് മിന്നൽ പണിമുടക്കോ എന്തുവാണ് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ നമ്മുടെ ജീവിതം വെച്ചിട്ടല്ല അവർ കളിക്കണേ. നാളെ ഒരാളുടെ വിസ എക്സ്പയറി ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ. തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തു.